ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇനി ഞാൻ വന്നിരിക്കുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന ഹോം മെയ്ഡ് ആയിട്ടുള്ള ബർഗർ ബണ്ണിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഓവനൊന്നും ഇല്ലാതെ നല്ല സൂപ്പർ സോഫ്റ്റ് ആയിട്ട് പഞ്ഞി പോലുള്ള നല്ല അടിപൊളി ബൺ വീട്ടിൽ എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് ബർഗറിൻ്റെ റെസിപ്പി കൂടി ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബൺ വെച്ച് ചെയ്യാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു എഗ് ബർഗറാണ്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിന് വേണ്ടിയിട്ട് ഒരു 1/4 കപ്പ് ചെറു ചൂടുള്ള വെള്ളത്തിനകത്തോട്ടേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇതിനകത്തോട്ടേക്ക് ഒരു 1/2 ടീസ്പൂൺ മാത്രം ഈസ്റ്റ് ചേർക്കാം. ഈസ്റ്റിൻ്റെ അളവ് കൂടുതൽ ഉപയോഗിക്കരുത്, അപ്പോൾ അതിൻ്റെ മണം ഒന്ന് കയറി നിൽക്കും. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ആ ഒരു സമയം കൊണ്ട് ഒരു പാനിനകത്തോട്ടേക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല കേട്ടോ, എല്ലാം മിക്സ് ചെയ്തതിന് ശേഷമാണ് ഫ്ലെയിം ഓൺ ചെയ്യുന്നത്. ഇതിനകത്തോട്ടേക്ക് ഞാനൊരു 4 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആദ്യം നമുക്കൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്യാം. കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ ജസ്റ്റ് ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഉള്ളത്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനൊരു 2 ടേബിൾ സ്പൂൺ അടുത്ത് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ മൈദക്ക് 6 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിക്കായിട്ട് എടുക്കണം. ഒന്ന് ക്രീമി ആയിട്ട് വരുന്ന രീതിയിലോ അല്ലെങ്കിൽ ഒരു കുറച്ച് തിക്കായിട്ട് വരുന്ന രീതിയിൽ തയ്യാറാക്കിയെടുക്കുക. കട്ടയില്ലാതെ വരുന്ന രീതിയിലൊന്ന് തയ്യാറാക്കിയെടുത്താൽ മാത്രം മതി, സോഫ്റ്റായി വരുന്ന രീതിയിൽ. അപ്പോൾ ഇത് നല്ല രീതിയിലൊന്ന് റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് അങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം. ഇനി മാവ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഒരു വലിയ ബൗൾ എടുക്കുക. അതിനകത്തോട്ടേക്ക് 1 കപ്പ് മൈദ, 240 ml കപ്പിന് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ട് പാൽപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ഇത്തിരി ഉപ്പ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണിനടുത്ത് എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെജിറ്റബിൾ ഓയിലോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടറോ ഉപയോഗിക്കാം. എന്നിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ശരിക്കും ആ ഓയിലൊക്കെ ആയിട്ടൊന്ന് യോജിച്ച് വരുന്ന രീതിയിൽ കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാം. അതിനുശേഷം നമ്മൾ പൊങ്ങാൻ വെച്ചിട്ടുള്ള ഈസ്റ്റ് നന്നായി റെഡിയായി വന്നിട്ടുണ്ട്. അപ്പോൾ അത് മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുക. ഈസ്റ്റിൻ്റെ മിക്സൊക്കെ നമ്മൾ കറക്റ്റ് അളവാണ് കേട്ടോ, അപ്പോൾ അത് മുഴുവനായിട്ട് തന്നെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. ഈ സമയത്ത് ഇതിനകത്തോട്ടേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് കൂടി ചേർത്തിട്ട് വേണം കുഴക്കാൻ. അപ്പോഴത്തേക്ക് നല്ല സോഫ്റ്റായിട്ട് നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൻ്റെ ഒരു പാകം എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്ന അതേ രീതിയിൽ തന്നെ കുഴക്കാം. നല്ല സോഫ്റ്റ് ആകുന്നത് വരെ റെഡിയാക്കി എടുക്കാൻ വേണ്ടി നോക്കുക. ഇത് നല്ലതുപോലെ റെഡിയായി വന്നതിന് ശേഷം കുറച്ച് വെജിറ്റബിൾ ഓയിൽ വെച്ചിട്ട് ഇതുപോലൊന്ന് ഗ്രീസ് ചെയ്തെടുക്കുക. പാത്രത്തിനകത്ത് മാവിനകത്തും ഗ്രീസ് ചെയ്തിട്ട് നമ്മളിത് അടച്ചു വെക്കണം. നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് കവർ ചെയ്തിട്ട് നമുക്ക് ഒരു അരമണിക്കൂർ തുടങ്ങി 1 മണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ജസ്റ്റ് അരമണിക്കൂറേ വെച്ചിട്ടുണ്ടായിരുന്നു, കാരണം ഇവിടെ അത്രയധികം ചൂടായിട്ടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ടാണ്. അപ്പോൾ നാട്ടിലൊക്കെ ആണെങ്കിൽ തണുപ്പൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ സമയം ഒന്ന് വെക്കാൻ വേണ്ടി നോക്കുക. അതിനുശേഷം നമുക്കൊന്ന് കൈവച്ച് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ പിന്നെ ചെയ്യേണ്ടത് കൗണ്ടർ ടോപ്പിനകത്തോടെ കുറച്ച് മൈദ ഒന്ന് വെതറി കൊടുക്കുക. എന്നിട്ട് നമ്മളൊന്നുകൂടി ഇതൊന്ന് കുഴച്ചെടുക്കണം. ഒത്തിരി സമയമൊന്നും കുഴക്കേണ്ട ആവശ്യമില്ല. 1-2 മിനിറ്റ് ജസ്റ്റ് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. എന്നിട്ടൊന്ന് കുഴക്കുക. ഒരു 1-2 മിനിറ്റ് മാത്രം ഇതുപോലെ സോഫ്റ്റ് ആകുന്ന രീതിയിലൊന്ന് കുഴച്ചെടുത്താൽ മതി. അതിനുശേഷം ഇത് വെച്ചിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് കുറച്ച് അത്യാവശ്യം വലിയ സൈസിലെ ബർഗർ ചെയ്യേണ്ടത് കൊണ്ട് തന്നെ വലിയ സൈസിലെ ബണ്ണായതുകൊണ്ട് 2 എണ്ണം ചെയ്തെടുക്കുന്നുള്ളത്. എന്നിട്ട് ഉള്ളിലോട്ടേക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്തതിന് ശേഷം കയ്യിൽ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്യുക. നമ്മൾ ഉള്ളിലോട്ടേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഇതുപോലെ റോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു ഷേപ്പിൽ നമ്മുടെ ബണ്ണിൻ്റെ ഷേപ്പിലോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയും. കണ്ടില്ല, ആദ്യത്തെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തതും റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ ചെയ്തെടുക്കേണ്ടത് നമ്മൾ ജസ്റ്റ് ഒരു ട്രേ വേണം നമുക്ക്. അപ്പോൾ ട്രേ എന്ന് പറഞ്ഞാൽ ബേക്കിംഗ് ട്രേ തന്നെ വേണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ ബേക്കിംഗ് ട്രേ എടുത്തിട്ട് അതിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്തതിന് ശേഷം ഒരു പീസ് ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിന് പകരം സാധാരണ പ്ലേറ്റോ ഇഡ്ഡലി തട്ടിനകത്തൊക്കെ ഇത് വെച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിനകത്ത് താഴെ ഭാഗത്തായിട്ട് ഓയിൽ വെച്ചൊന്ന് ഗ്രീസ് ചെയ്യുക. ബട്ടർ പേപ്പർ മാക്സിമം വെക്കുന്നതാണ് നല്ലത്, കാരണം അല്ലെങ്കിൽ താഴെ ഭാഗം പെട്ടെന്നൊന്ന് ഡാർക്ക് അടിച്ച് പോകാനുള്ള ചാൻസ് ഉണ്ട്, അതായത് ക്രിസ്പി ആയി പോകും. അതുകൊണ്ട് ബട്ടർ പേപ്പർ ആകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഹോം മെയ്ഡ് ബട്ടർ പേപ്പറിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ബണ്ണ് ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മൾ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു 15 മിനിറ്റ് തുടങ്ങി അരമണിക്കൂർ വരെ ക്ലൈമറ്റിനനുസരിച്ച് നല്ല ചൂടൊക്കെയുള്ള സ്ഥലത്ത് ഒരു 15 മിനിറ്റ് മതി. അതല്ലെങ്കിൽ ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യുക. അടച്ചു വെച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനൊരു 15 മിനിറ്റിന് ശേഷം അടച്ചു വെച്ചതിന് ശേഷമുള്ളതാണിത്. ഇത് നല്ലതുപോലെ പൊങ്ങി കണ്ടില്ല, പരസ്പരം ഒട്ടിപ്പിടിച്ച ആ ഒരു അത്രയധികം സൈസിലോട്ടേക്ക് ഇത് ഡബിളായി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കുറച്ച് പാലാണ് ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ടൊന്ന് ഗ്രീസ് ചെയ്യുന്നത്. ശരിക്കും നമ്മൾ മുട്ട വെച്ചിട്ട് ഗ്രീസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി നല്ലൊരു കളർ നമുക്ക് മുകൾ ഭാഗത്ത് കിട്ടും. പക്ഷേ ഈ പാല് വെക്കുന്നത് നമുക്ക് അത്രയധികം പെർഫെക്റ്റ് ആയിട്ടൊന്നും കിട്ടില്ല കേട്ടോ. ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. അത് പക്ഷേ നമ്മൾ ഓവനിലാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പാക്കറ്റ് ബണ്ണ് പോലെ തന്നെ മുകൾ ഭാഗവും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറിലോട്ടേക്ക് കിട്ടും. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് പാല് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് കുറച്ച് എള്ള് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിർബന്ധമൊന്നുമില്ല, നമ്മൾ ആ ഒരു ബർഗർ ബണ്ണിൻ്റെ ആ ഒരു ശരിക്കും ആ ഒരു ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കുകയാണ് വേണ്ടത്.
അപ്പോൾ അതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്നുള്ളത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഒരു സോസ് പാനിനകത്തോട്ട് താഴെ ഭാഗത്ത് കുറച്ച് ഉപ്പ് വെതറി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് നമ്മൾ ചട്ടിയുടെ ഒക്കെ അടിയിൽ വെക്കുന്ന ആ ഒരു റിങ്ങാണ് ഇറക്കി വെച്ചിട്ടുള്ളത്. പിന്നീട് നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒന്ന് ക്ലോസ് ചെയ്യുക. അതൊന്നുകിൽ ഫോയിൽ വെച്ചിട്ട് അടപ്പ് ക്ലോസ് ചെയ്യുക, അതല്ലെങ്കിൽ തുണി വെച്ചിട്ട് ക്ലോസ് ചെയ്താലും മതി, ഒന്ന് കവർ ചെയ്താൽ മതി. കാരണം വെള്ളം വീണിട്ട് ബണ്ണ് ചീത്തയായി പോകുന്നത് കൊണ്ടാണ്. എന്നിട്ട് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 10 മിനിറ്റ് നല്ലതുപോലെ ഇതൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഞാനൊരു കറക്റ്റ് 10 മിനിറ്റ് ചൂടാക്കിയതിന് ശേഷം ഇത് നമ്മുടെ ഒരു ട്രേ ഇതിനകത്തോട്ടേക്ക് ഇറക്കി വെച്ചിട്ട് നമ്മളിത് ബേക്ക് ചെയ്യുന്ന സമയം എന്ന് പറയുന്നത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 20 മിനിറ്റ് തുടങ്ങി 25 മിനിറ്റ് വരെയാണ് ബേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇത് ബേക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ബർഗറിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. കുറച്ച് കുക്കുംബറും കുറച്ച് ക്യാരറ്റ് വെജിറ്റബിൾസൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എടുക്കാം. ഞാൻ കുറച്ച് ക്യാബേജ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇത്തിരി കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 2-3 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ നല്ലൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞതാണ്, അപ്പോൾ അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ വെജിറ്റബിൾസ് നിങ്ങൾക്ക് തക്കാളിയൊക്കെ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ, ഞാനപ്പോൾ അത് ചേർത്തിട്ടില്ല. ഒന്നങ്ങ് മിക്സ് ചെയ്തിട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി ഒരു ചെറിയൊരു ഓംലെറ്റ് റെഡിയാക്കി എടുക്കാനായിട്ട് 2 മുട്ട അതിനകത്തോട്ടേക്ക് ജസ്റ്റ് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ഇത്തിരി ഉപ്പ് ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരു സിമ്പിളായിട്ടുള്ള ഓംലെറ്റ് മാത്രം നമുക്ക് ഇതിനകത്തോട്ടേക്ക് റെഡിയാക്കി എടുക്കാം, നമ്മൾ സാധാരണ ചെയ്തെടുക്കുന്നത് പോലെ. ഒരു ഇത്തിരി ബട്ടർ വെച്ചിട്ട് മെൽറ്റ് ചെയ്തെടുക്കാം പാൻ, അതല്ലെങ്കിൽ കുറച്ച് ഓയിൽ ഗ്രീസ് ചെയ്യാം. ഞാനിപ്പോൾ ജസ്റ്റ് ഓയിലാണ് യൂസ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് ഈ ഓംലെറ്റ് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുക്ക് ചെയ്തിട്ട് റെഡിയാക്കി എടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഓംലെറ്റും റെഡി ആയിട്ടുണ്ട്, ഈ വെജിറ്റബിൾസും റെഡിയായി, രണ്ടും അങ്ങോട്ട് മാറ്റി വെക്കാം. അപ്പോൾ നമ്മുടെ ബണ്ണ് ഒരു 25 മിനിറ്റിന് ശേഷമുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് കണ്ടോ, ചെറിയൊരു ഗോൾഡൻ കളർ മാത്രമേ വന്നിട്ടുള്ളൂ, പക്ഷേ ഇത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ആ ടോപ്പ് നമുക്ക് ഗോൾഡൻ കളർ വേണം, ചെറിയൊരു ഗോൾഡൻ ഷെയ്ഡ് വേണമെന്നാണെങ്കിൽ ഒരു പാൻ വെച്ചിട്ട് അതിൻ്റെ താഴ്ഭാഗത്ത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ബട്ടർ പേപ്പർ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഡയറക്റ്റ് വെച്ച് കൊടുക്കരുത് കേട്ടോ, അപ്പോൾ അതങ്ങ് കരിഞ്ഞു പോകും. എന്നിട്ട് അതിൻ്റെ മുകൾ ഭാഗം താഴെയായിട്ട് വരുന്ന രീതിയിൽ ഇതുപോലെ ജസ്റ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി. ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതൊരു നിർബന്ധമില്ല, നമുക്ക് ആ കാണുമ്പോൾ ചെറിയൊരു ഷെയ്ഡ് വേണമെന്നാണെങ്കിൽ നമ്മൾ ഓവൻ ഇല്ലാതെ ചെയ്യുന്നതായതുകൊണ്ട് മാത്രമേ ഇങ്ങനെ ചെയ്യുന്നുണ്ടെന്നേ ഉള്ളൂ. അപ്പോൾ എഗ് വാഷ് ചെയ്യുന്നതാണെങ്കിൽ കുറച്ചുകൂടി കളർഫുള്ളായിട്ട് കിട്ടും കേട്ടോ. നമ്മളിപ്പോൾ പാലല്ലേ യൂസ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ചെറിയൊരു കളർ മാത്രമേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. പക്ഷേ നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നമുക്ക് നല്ല രീതിയിലൊന്ന് ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് എത്രത്തോളം നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ടല്ലോ, ഇതിൻ്റെ ടെക്സ്ചറും ഇത് കണ്ടില്ലേ, ഇതിൻ്റെ സൈഡൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് നമ്മൾ വാങ്ങിക്കുന്ന ബണ്ണിൻ്റെ അതേ പെർഫെക്ഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുപോലെ ഞാൻ പ്രസ് ചെയ്ത് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് എത്രത്തോളം നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് അത്രയധികം നല്ല സോഫ്റ്റായിട്ടാണ് റെഡി ആയിട്ടുള്ളത്. നമ്മൾ ബട്ടർ പേപ്പർ വെച്ചത് കൊണ്ട് തന്നെ ഇതിൻ്റെ താഴെ ഭാഗം നമുക്ക് ക്രിസ്പി ടെക്സ്ചറിലോട്ടേക്കൊന്നും പോയിട്ടില്ല, നല്ല രീതിയിൽ അതും റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഓവനിലാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ടോപ്പും കൂടി നല്ല കളർഫുള്ളായിട്ട് റെഡിയായി കിട്ടും. ഇനി നമ്മൾ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാം. നമുക്ക് ആ ഒരു സാൻഡ്വിച്ച് എഗ് ബർഗർ റെഡിയാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഉൾഭാഗമൊക്കെ കണ്ടില്ലേ, നല്ല ഫിനിഷിംഗ് ഉണ്ട്. ഇനി ഇതിൽ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ടുള്ള നമ്മുടെ ടൊമാറ്റോ കെച്ചപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്ന വീഡിയോ ആയിരുന്നു, റെസിപ്പിയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിനകത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ ഒരു പീസ്, വലിയൊരു പീസ് ലെറ്റ്യൂസാണ് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ആണെങ്കിൽ കഴിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും, നമ്മൾ ലീവ്സൊക്കെ വെച്ച് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ. എന്നിട്ട് നമുക്കൊരു ഓംലെറ്റ് ഇതുപോലെ വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ലതായിരിക്കും. ഇതുപോലെ നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ് ഇതിനകത്ത് മുട്ടയുടെയൊക്കെ മുകൾ ഭാഗത്തായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വെജിറ്റബിൾസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കുക കേട്ടോ. വളരെ സിമ്പിളായിട്ട് വെജിറ്റബിൾസൊക്കെ വെച്ച് കുട്ടികൾക്കൊക്കെ കൊടുക്കാനാണെങ്കിൽ ഇതുപോലെയൊക്കെ നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഈ ലെറ്റ്യൂസൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും. അപ്പം ഞാനൊരു സ്ലൈസ് ചീസ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സാൻഡ്വിച്ച് ചീസാണ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ ടോപ്പിലും വളരെ കുറച്ച് ഡ്രോപ്സ് ആയിട്ട് എല്ലാത്തിനകത്തും ഒരിത്തിരി നമ്മുടെ ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു പീസ് മുട്ടയാണ് നമ്മൾ നേരത്തെ വെച്ചത്. ഇതിൻ്റെ ടോപ്പിലായിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയ പീസ് കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒരു ബർഗർ കഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വയറ് ഫുള്ളാവെന്ന് പറയില്ലേ, അപ്പോൾ അത്രയധികം നല്ലൊരു രീതിയിൽ വെജിറ്റബിൾസ് മുട്ടയൊക്കെ വെച്ചിട്ടാണ് നമ്മളിത് ഫില്ല് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഈ ലെയേഴ്സൊക്കെ ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, നിങ്ങളുടെ ഫ്ലേവറിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാം. ടോപ്പിലായിട്ട് ഞാൻ വീണ്ടും ലെറ്റ്യൂസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ലാസ്റ്റ് പീസ് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് പ്രസ് ചെയ്തതിന് ശേഷം ഇത് നമ്മൾ ചൂടാക്കി എടുക്കുമ്പോൾ ഒന്ന് നല്ല സെറ്റായി കിട്ടുന്നതിന് വേണ്ടി ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് കുത്തി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിലൊന്ന് ഇത് റെഡിയായിട്ട് നിൽക്കുകയും ചെയ്യും. അപ്പോൾ കണ്ടില്ലേ, നല്ല ഫില്ലിങ്സ് ഓരോരോ ലെയേഴ്സായിട്ട് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു രീതിയിൽ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റേത് കൂടി നമ്മൾ 2 എണ്ണമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ രണ്ടും ഇവിടെ റെഡിയാക്കി എടുത്തതിന് ശേഷം ജസ്റ്റ് നിങ്ങൾ പാനിനകത്ത് വെച്ചിട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ജസ്റ്റ് ബട്ടർ മെൽറ്റ് ചെയ്തിട്ട് ഒന്ന് ചൂടാക്കി എടുക്കാം. അതല്ലെങ്കിൽ ജസ്റ്റ് ഓവനിൽ വെച്ച്, ഞാനിപ്പോൾ ജസ്റ്റ് ഒന്ന് ഓവനിൽ വെച്ചിട്ട് ചൂടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് കാരണം ഈ ചീസ് ഒന്ന് മെൽറ്റായി കിട്ടുന്ന രീതിയിൽ ഒന്ന് റെഡിയാക്കി എടുക്കാൻ നോക്കിയാൽ മതി.
അപ്പോൾ നമ്മുടെ ബർഗർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തതിന് ശേഷമുള്ളതാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്കിതുപോലെ ഹോം മെയ്ഡായിട്ട് ബർഗർ ബൺ തയ്യാറാക്കി എടുത്തിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വല്ലപ്പോഴൊക്കെ നമുക്ക് വീട്ടിൽ ഇതുപോലെ തന്നെ ചെറിയ രീതിയിൽ എഗ്ഗൊക്കെ വെച്ചിട്ട് ഇതുപോലെ സിമ്പിളായിട്ടുള്ള ബർഗർ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാകും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഇനിയും നല്ല നല്ല വെറൈറ്റി ഡിഷസുമായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.